നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ജൂൺ മാസം 6-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവര് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ്, പ്രത്യേകിച്ച് ഒരു 30 ടോപ്പിക്സ് സ്ഥിരമായിട്ട് ഇപ്പം 2 ടേംസിൽ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തേർഡ് ടേമിലും അത് പ്രതീക്ഷിക്കാം. അത് ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. അത് നോക്കിയിട്ട് പോവുക കേട്ടോ. ഒന്നും നോക്കിയില്ലെങ്കിലും GK പോർഷനിൽ നിന്നും ഈ ഇത്രയും ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ ഓടിച്ചിട്ടൊന്ന് നോക്കുക. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാലും പിന്നെ ഒരു സങ്കടം വരണ്ടല്ലോ. അയ്യോ, ഞാൻ അന്ന് നോക്കിയിട്ട് പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 എണ്ണത്തിനും ചോദിച്ചു ഞാൻ നോക്കിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരരുത്. അതിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകാം. ഓക്കെ, ഒരു റിവിഷൻ പോലെ കവർ ചെയ്ത് പോകാം. അതിനകത്ത് ഒന്നാമത്തെ ടോപ്പിക്ക് പോർച്ചുഗീസുകാരുടെ വരവും അവരുടെ കോൺട്രിബ്യൂഷൻസും ആണ് കേട്ടോ. പോർച്ചുഗീസുകാരുടെ കാര്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് പഠിക്കുമ്പം നിങ്ങൾ ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിക്കുക. ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടത്, ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പോർച്ചുഗീസുകാരുടെ വരവ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, പോർച്ചുഗീസുകാരുടെ വൈസ്രോയിമാർ ആരൊക്കെയാണെന്നും അവരുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമി സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളും അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റിയിട്ട് നോക്കിയിട്ട് പോവുക. കൂട്ടത്തിൽ തന്നെ വൈകുണ്ഠ സ്വാമി, അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികള്, കോൺട്രിബ്യൂഷൻസ്, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന നവോത്ഥാന നായകന്മാരുടെ കൃതികളെ പറ്റിയിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ നോക്കുക. ചട്ടമ്പി സ്വാമി നോക്കാത്തവര് നോക്കുക. മൂന്നാമത് ഡച്ചുകാരുടെ കാര്യം ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഡച്ചുകാരുടെ വരവ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡച്ചുകാർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മാർത്താണ്ഡവർമ്മയെ കൂടെ ഒന്ന് കവർ ചെയ്തു പോണേ. മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങളും കൂടെ ഡച്ചുകാരുടെ കൂട്ടത്തിൽ കവർ ചെയ്തു പോവുക. ഇതും ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. മൂന്നാമത് ഇപ്പൊ സ്ഥിരമായിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്ന പണ്ടാരപ്പാട്ട വിളംബരം 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അപ്പൊ അത് നോക്കാത്തവര് നോക്കിയിട്ട് പോവുക. അപ്പൊ നമുക്ക് ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സങ്കടം വരണ്ടല്ലോ. അപ്പൊ അത് നോക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഉണ്ടല്ലോ, ക്ഷേത്രപ്രവേശന വിളംബരം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ഗുരുവായൂർ സത്യാഗ്രഹം പോലെയുള്ള കാര്യങ്ങളും, ഇതെല്ലാം കേരള ഹിസ്റ്ററി മൊത്തം ശ്രീധരമേനോന്റെ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കണം കേട്ടോ. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട ദിവാനെ പറ്റിയിട്ട്, CP രാമസ്വാമി അയ്യരെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും നോക്കിയിട്ട് പോവുക. രാമസ്വാമി അയ്യരെ പറ്റിയിട്ട് നോക്കാത്തവര് അത് നോക്കുക. CP യുടെ നയങ്ങളെ പറ്റിയിട്ടൊക്കെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കാം. പിന്നെ മാർത്താണ്ഡവർമ്മ നമ്മൾ ഓൾറെഡി നോക്കി. പിന്നെ ആയില്യം തിരുനാൾ നോക്കാത്തവരാണെങ്കിൽ ആയില്യം തിരുനാളിനെ പറ്റിയിട്ടും മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജാക്കന്മാരെ പറ്റിയിട്ട് ഓടിച്ചിട്ടൊന്ന് നോക്കിയേക്കണേ. പിന്നെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ ആദ്യത്തെ സെക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അക്ബർ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. ജഹാംഗീറും അക്ബറും ഒക്കെ ചോദിച്ച സ്ഥിതിക്ക് അക്ബർ തന്നെ ഒന്നും കൂടെ നന്നായിട്ട് നോക്കുക കേട്ടോ. അക്ബറിന്റെ ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, അക്ബറിന്റെ ഐനി അക്ബറി പോലെയുള്ള കാര്യങ്ങൾ, അബുൽ ഫസലിനെ പറ്റിയിട്ടും കൃതികളെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക. പ്രത്യേകിച്ച് അത് +2 ടെക്സ്റ്റ് ബുക്കിനകത്ത് ഹിസ്റ്ററിക്കകത്ത് ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട് മുഗൾസിനെ പറ്റിയിട്ട്, അത് നോക്കുക. അല്ലെങ്കിൽ അക്ബറിന്റെ കോമൺ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള സ്ഥിരമായിട്ട് എല്ലാ വർഷവും ചോദിക്കും, അതൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ദെൻ ഗാന്ധിജിയുടെ ഫുൾ ഡേറ്റാസ്, ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട നൈതലീം ഒക്കെയാണ് ഇപ്പൊ ചോദിച്ചത്. പക്ഷെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഫാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് തന്നെ SCRT ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് 10ാം ക്ലാസ്സിലും +2 ടെക്സ്റ്റ് ബുക്കിലും കിടപ്പുണ്ട് ഗാന്ധിജിയുടെ ചാപ്റ്റർ. അതൊന്നും നോക്കാത്തവർ അതൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് സ്ഥിരം ചോദിച്ചതാണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ഫാക്ടർ ആണ്. അത്രയും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എല്ലാം തന്നെ യുണൈറ്റഡ് നേഷൻ ഉൾപ്പെടെയുള്ള എല്ലാം ഒന്ന് നോക്കിക്കോ. അതിനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചോദിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അപ്പൊ അത് 2019 നിയമം വെച്ചൊക്കെ പഠിക്കുന്നത് നന്നായിരിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. 5-year പ്ലാൻ, സെക്കൻഡ് 5-year പ്ലാൻ ആണ് 2 വട്ടവും ചോദിച്ചത്. അതുകൊണ്ട് 5-year പ്ലാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. സെക്കൻഡ് തന്നെ ചോദിക്കണം നിർബന്ധമില്ല. പിന്നെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും നീതി ആയോഗ് ഇല്ലാത്തതുകൊണ്ട് അതുകൂടെ നോക്കുക കേട്ടോ. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമിയിൽ നിന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഡയറക്റ്റ് ഉള്ള ചോദ്യം അല്ല, ഇപ്പോഴത്തെ എക്കണോമിക് സ്ഥിതിയാണ്, നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയെ പറ്റിയിട്ട് ബാക്കി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചത്. എന്നാലും നമ്മൾ പുത്തൻ സാമ്പത്തിക നയം, നമ്മുടെ LPG പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കുമേ.
അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ്, ഇന്ത്യൻ ബഡ്ജറ്റ്, അതായത് ഫുൾ ആയിട്ടുള്ള രാജ്യത്തിന്റെ ബഡ്ജറ്റും കേരള ബഡ്ജറ്റും നോക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യ ആൻഡ് കേരള 2026 കോൺട്രിബ്യൂഷൻസ് ഓരോന്നിനും കൊടുത്തിരിക്കുന്ന ഇതൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഇപ്പം പ്രധാനമായിട്ടും നടന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ്. അതിന്റെ തൊട്ടുകൂടെ തന്നെ പഠിക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഈ പ്രാവശ്യം നമ്മളോട് ചോദിച്ചത് പിന്നെ ഫിനാൻസ് കമ്മീഷൻ ആണ്. അതുപോലെ അതിന്റെ കറണ്ട് അഫയേഴ്സും ചോദിച്ചു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ആ കൂട്ടത്തിൽ തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ അപ്പോയിന്റ്മെന്റ്സും കൂടെ നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി പിന്നെ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടത് മുസിരിസിനെ, തുറമുഖം ഉണ്ടല്ലോ, അത് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അത് ഒരു ഓൾഡ് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഈ മുസിരിസ് തുറമുഖത്തെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നോക്കുന്നത് നന്നായിരിക്കും. ഗ്രീൻ റെവല്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു ഫസ്റ്റ് സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജ് ചോദിച്ചില്ല. എങ്കിലും ഗ്രീൻ റെവല്യൂഷൻ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യൻ ക്ലൈമറ്റ്, എൽനിനോ ലാനിനോ ആദ്യം ചോദിച്ചു, രണ്ടാമത് ചോദിച്ചില്ല. എങ്കിലും ഇന്ത്യൻ ക്ലൈമറ്റ് മൊത്തമായിട്ട് ITCZും ബാക്കി കാര്യങ്ങൾ, കാറ്റ്, മേഘം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കണം ഈ കൂട്ടത്തില്. ദെൻ നാഷണൽ ഇൻകം ചോദിച്ചു. നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട മാക്രോ എക്കണോമിക്സിന്റെ ആ ടേബിൾ ഉണ്ടല്ലോ +2ന്റെ, അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓഫ് RBI, അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓഫ് RBI ചോദിച്ചു. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോവുക. വിമോചന സമരം ചോദിച്ചായിരുന്നേ. വിമോചന സമരം, അത് കേരള ഹിസ്റ്ററി ആണ്. അതും ഈ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ പഠിക്കണേ, വിമോചന സമരം. ദെൻ IT വരുന്ന സമയത്ത് ചോദിച്ച ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മെമ്മറി ചോദിച്ചു. നെറ്റ്വർക്ക് ഡിവൈസസ് ചോദിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഡിവൈസസ്, സൈബർ ക്രൈംസ് സ്ഥിരം ചോദ്യമാണ്, 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചു, സോഫ്റ്റ്വെയർ ചോദിച്ചു. ഈ ഇത്രയും ചോദ്യങ്ങളും കോമൺ ആയിട്ട് കണ്ട ചോദ്യങ്ങളാണ്. അപ്പൊ ഒന്നും നോക്കാത്തവര് നിങ്ങളൊരു 4 ദിവസം ഈ ഇത്രയും ടോപ്പിക്സിന് വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുക. 4 ദിവസം ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നാളെ ഒരു സമയത്ത് നമുക്കതൊരു നഷ്ടം തോന്നരുത് എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. വരും ദിവസങ്ങളിൽ പറ്റിയാൽ ഇന്ന് തന്നെ നമുക്ക് ഈ ഓരോ ടോപ്പിക്സും ശ്രീധരമേനോൻ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വേഗം റിവിഷൻ പോലെ പറഞ്ഞു പോകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.